ശ്രീലങ്കയിൽ ഒരു സീതമ്മ ക്ഷേത്രമുണ്ട്. സീതമ്മ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ അഭിഷേകം ചെയ്യാൻ രാമന്റെ നാട്ടിലെ തീർത്ഥമെത്തുന്നു. സരയുവിലെ പുണ്യതീർത്ഥം കൊണ്ട് ശ്രീലങ്കയിലെ സീതമ്മയ്ക്ക് അഭിഷേകം നടക്കുകയാണ്. സീതാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന സീതമ്മ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി സരയൂ നദിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പുണ്യജലം അയക്കുന്നതിനുള്ള നടപടികൾ ഭാരതം ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്ന ഈ ചടങ്ങ് മെയ് 19 നടക്കുക. ചടങ്ങുകൾക്ക് പുണ്യ സരയുവിലെ ജലം ആവശ്യപ്പെട്ട് ശ്രീലങ്കൻ പ്രതിനിധികൾ ഉത്തർപ്രദേശ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ചാണ് തീരുമാനം. ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ശ്രീലങ്കയിലേക്ക് പുണ്യജലം എത്തിക്കുന്നതിന് ടൂറിസം വകുപ്പിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. സരയൂ നദീജലം ശ്രീലങ്കയിലേക്ക് അയക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങളും സാംസ്കാരിക ബന്ധങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഭാരതത്തിന്റെ നിലപാട് ശ്രേഷ്ഠമാണെന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അഭിപ്രായപ്പെട്ടു. ഭാരതവും ശ്രീലങ്കയും തമ്മിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് സീതമ്മ ക്ഷേത്രത്തിലെ ചടങ്ങ് വലിയ പങ്ക് വഹിക്കുമെന്ന് അയോധ്യ തീർത്ഥ വികാസ് പരിഷത്ത് CEO സന്തോഷ് കുമാർ ശർമ്മ പറയുന്നു. ശ്രീലങ്കയിലെ ഈ ക്ഷേത്രം എല്ലാ സനാതന വിശ്വാസികൾക്കും അഭിമാനകരമാണെന്ന് മഹന്ത് ശശികാന്ത് ദാസ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് ശ്രീലങ്കയിൽ ഈ പ്രവർത്തനം നടക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശ്രീലങ്കയുടെ പുരാതന ചരിത്രം രാമായണത്തിന്റെ പഴയ സംസ്കൃത കഥയുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ്. ശ്രീലങ്കയിലെ പല സ്ഥലങ്ങളും ഈ ഐതിഹ്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. സീതാ ഏലിയ എന്നറിയപ്പെടുന്ന നുവാര ഏലിയയിലെ പ്രദേശം രാവണൻ തട്ടിക്കൊണ്ടുപോയ ശ്രീരാമന്റെ ഭാര്യ സീതയെ തടവിലാക്കിയ സ്ഥലങ്ങളിൽ ഒന്നാണ് എന്നാണ് വിശ്വാസം. സീതാ ഏലിയയിലെ സീതാ അമ്മൻ ക്ഷേത്രം സീതയെ രാവണൻ തടവിലാക്കിയ അവസാന സ്ഥലത്താണത്രേ നിർമ്മിച്ചിരിക്കുന്നത്. സീതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണിത്. ഹിന്ദു സമൂഹത്തിനും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. 2000-ന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണെങ്കിലും ക്ഷേത്രത്തിന്റെ സ്ഥാനം വളരെ കാലം ഒരു പുണ്യസ്ഥലമായി കാണപ്പെട്ട ഇടമാണ്. നൂറ്റാണ്ടുകളായി ആരാധിച്ചിരുന്ന 3 വിഗ്രഹങ്ങൾ കണ്ടെത്തിയതിന്റെ പിന്തുണയോടെ സമീപത്തിലെ അരുവിയിൽ നിന്നാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയത്. ഒരെണ്ണം സീതയുടേതാണ് എന്നാണ് വിശ്വസിക്കുന്നത്. സീത സ്വയം കുളിച്ച സ്ഥലമാണ് അരുവി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹനുമാൻ സീതയെ രാവണന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനമെന്നും ഐതിഹ്യത്തിൽ പറയുന്നുണ്ട്. എന്നാൽ സീത വിസമ്മതിക്കുകയും പകരം അവളെ രക്ഷിക്കാൻ ഭർത്താവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സമീപത്തെ പാറയിലെ ആഴത്തിലുള്ള മുദ്രകൾ ഹനുമാൻ ഉപേക്ഷിച്ച മുദ്രകളാണെന്നും മറ്റു ചിലർ രാവണന്റെ രാജകീയ ആന ഉപേക്ഷിച്ച മുദ്രകളാണെന്നും വിശ്വസിക്കുന്നു. നിരവധി അശോകമരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ഐതിഹാസിക കഥ സഞ്ചാരികളെയും ഭക്തരെയും ആകർഷിക്കുന്ന സവിശേഷത മാത്രമല്ല, പർവ്വത പ്രദേശത്തിന്റെ ഗ്രാമീണ ആകർഷണം കൂടിയാണ്. വനങ്ങളുണ്ട്, മധ്യമലനിരകളുടെ മഹത്തായ പശ്ചാത്തലമുണ്ട്. തീർച്ചയായും ഇവിടെ ആത്മീയ ആശ്വാസത്തിന്റെ ഒരു ഉയർന്ന അനുഭവം നൽകുന്ന ഇടമാണ്. സീതാ അമ്മൻ ക്ഷേത്രത്തിന് സമീപത്തായി സീതാ നദി എന്ന് പേരിട്ടിരിക്കുന്ന അരുവിയിലാണ് സീതാദേവി കുളിക്കുകയും ദൈനംദിന പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നത്. ലോകത്തെങ്ങുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു അതുല്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് സീതാദേവിക്കുള്ള സമർപ്പണം തന്നെയാണ്. ആഗോളതലത്തിൽ ഇത്തരത്തിലുള്ള ഒരേ ഒരു ക്ഷേത്രമാണിത്. എന്തായാലും ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധങ്ങളുമായി പ്രതിധ്വനിക്കുന്ന ശ്രീലങ്കയിലെ രാമായണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം നിലകൊള്ളുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.